വസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് തലപ്പാവാണ്. തലപ്പാവും അതേപോലെ തന്നെ അതിൻ്റെ മുണ്ടെടുക്കുന്ന രീതിയുണ്ട്. നമുക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ ആവില്ല കിട്ടിക്കഴിഞ്ഞാൽ. ഭയങ്കര ക്ഷമയോടെ പഠിപ്പിക്കുന്ന ക്ഷമനേക്കാളും കൂടുതൽ ക്ഷമിച്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡ്രസ്സിങ് ആണ്. വർഷങ്ങളായി പരിശീലിപ്പിക്കുന്നവർക്ക് കൈകളിൽ ദഫ് പതിഞ്ഞ പാടുകളുണ്ട്. കല പകർന്നു കൊടുത്തതിൻ്റെ തഴമ്പുണ്ട്. ദഫ് എടുക്കുന്ന നമുക്ക് സ്റ്റേജിൽ കയറുന്നതിന് മുമ്പായിട്ട് നമ്മൾ കൊടുക്കുന്നൊരു രീതിയുണ്ട്. നമ്മൾ കറക്റ്റ് അത് പിള്ളേരെ ഒന്ന് നല്ല പോസിറ്റീവ് എനർജിയോടുകൂടി അവരൊക്കെ ഒന്ന് കൈയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ഉണർവാക്കി ഒന്നൊരു ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അത് ദഫ് കൊടുക്കുന്നത് സ്റ്റേജിന് മുമ്പ് ചില ഇതിൽ സ്റ്റേജിൽ കൊടുക്കുന്ന രീതിയുണ്ട്. നീട്ടിപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പറയാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സംഗീതമാക്കാൻ പറ്റില്ല. അത് സൂഫി സംഗീതത്തിൻ്റെ ആ ഒരു കറക്റ്റ് അതിൻ്റെ രീതിയുണ്ട്. ഇപ്പോൾ ചില ബെയ്ത്തുകൾ പാടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നീട്ടും. അപ്പോൾ അതിൻ്റെ അർത്ഥം മാറും. ദഫ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഒരു അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു ബേസ് മുട്ടുണ്ട്. അത് കൈ ഉയർത്തി അല്ലെങ്കിൽ ഒറ്റത്താളം എന്നുള്ളൊരു മുട്ടുണ്ട്. ആ മുട്ട് നമ്മൾ കൃത്യമായിട്ട് ഒരു മാസം അത് കൃത്യമായിട്ട് എന്ത് ചെയ്യും, അത് പഠിപ്പിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുള്ളൂ നമ്മൾ ഐറ്റത്തിലേക്ക് കമ്പോസിങ്ങിലേക്ക് കിടക്കും. ചെറുപ്പക്കാരെയും കലയാകർഷിക്കുന്നുണ്ട്. അവർ കല പകർന്നു കൊടുക്കുന്നുണ്ട്. ഞാനിത് 9ാം ക്ലാസ് വെച്ച് ഇങ്ങനെ കളിച്ചു തുടങ്ങിയതാണ്. പിന്നെ ഇതിനോടുള്ള ഇഷ്ടത്തിൽ ഇങ്ങനെ കൂടെ വന്ന് ഇങ്ങനെ പഠിച്ച് 19. എത്ര വർഷമായിട്ട് പഠിപ്പിക്കുന്നു? ഇപ്പോൾ 2 വർഷമായിട്ട്. എത്ര സംസ്ഥാന കലോത്സവത്തിൽ വിദ്യാർത്ഥികൾ എത്തിച്ചു? കഴിഞ്ഞ കൊല്ലവും ഈ കൊല്ലമായിട്ട് ഇങ്ങനെ സംസ്ഥാന കലോത്സവത്തിൽ എത്തിച്ചു. ഒരേ സ്വരത്തിൽ ഒന്നിച്ച് മെയ്വഴക്കി ദഫിൽ മുട്ടുകയാണ്. സംസ്കാരം കലയിലൂടെ അതിരുകൾക്കപ്പുറം കൈമാറുകയാണ്. ബിനു പാമ്പയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.